ഉന്മേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് എന്നിൽ കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. നന്നായിട്ട് കൈയടിച്ചേ. യെസ്, എവരിവൺ ഗിവ് എ മൈറ്റി ക്ലാപ്പ്. കരങ്ങളടിച്ച് വിശ്വസിക്കുക. കർത്താവിനിൽ ഇടപെടുന്ന സമയം, കർത്താവിനിൽ പ്രവർത്തിക്കുന്ന സമയം വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് എന്നിൽ പ്രവർത്തിക്കണമേ. ആഗ്രഹിക്കാം ചേർന്നു. ഇസ്രായേലിനെ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോലെ ചെങ്കട നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോലെ ഈ നിന്ദാസരിൽ വീശും പാവന റൂഹായായി നീ വരണേ, റൂഹായായി നീ വരണേ, കൃപയായി വരണേ, പറന്നിറങ്ങണമേ. സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിക്ഷരിലഗ്നി പകർന്നതുപോൽ ആത്മനബിയായൊഴുകണമേ, ആത്മസ്നാനം നൽകണമേ. സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിലഗ്നി പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ, ആത്മസ്നാനം നൽകണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളെയും ബലപ്പെടുത്തട്ടെ. തടസ്സങ്ങൾ കർത്താവെടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. യേശുവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവെടുത്ത് മാറ്റട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. യെസ്. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് സ്വർഗം തുറന്ന് ഒരു അഭിഷേകം വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് മനസ്സിന്റെ ഭാരത്തിലായിരിക്കുന്നവർക്ക് കർത്താവ് വിടുതൽ നൽകട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് പാപത്തിന്റെ കെട്ടുകൾ അഴിക്കണമേ. ഈ ശുശ്രൂഷ സമയത്ത് കാലങ്ങളായി ഞങ്ങളെ പീഡിപ്പിക്കുന്ന എല്ലാ തിന്മയുടെ കെട്ടുകളും അഴിയപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് പാരമ്പര്യ രോഗങ്ങൾ അഴിയട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ നിയോഗത്തിൽ ഇടപെടണമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. വിശ്വസിക്കണം. ഓ കർത്താവ്, ഞാൻ ഇങ്ങനെ കൈയടിച്ച് പാടുമ്പോൾ ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഓരോ നിയോഗത്തിലും നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുക. യെസ്, യെസ്. എന്റെ കർത്താവ് ഇടപെടുന്ന സമയം, ഈ ശുശ്രൂഷ സമയത്ത് ഇടപെടുന്ന സമയം, എന്റെ വിഷയത്തിൽ ഇടപെടുന്ന സമയം, എന്റെ കണ്ണുനീരിന് അറുതി വരുന്ന സമയം, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം, കാലങ്ങളായിട്ടുള്ള എന്റെ ഭാരം മാറുന്ന സമയം, എന്റെ വീട്ടിലെ എന്റെ പ്രിയപ്പെട്ടവരിൽ ഇടപെടുന്ന സമയം, ഇതാ എന്റെ വീട്ടിലേക്ക് സമാധാനം കിട്ടുന്ന സമയം, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന സമയം, നിന്റെ ശിരസിലെ ഭാരത്തിൽ കർത്താവ് ഇടപെടുന്ന സമയം. നന്നായിട്ട് കൈയടിച്ച് വിശ്വസിക്കണം. യെസ്, ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഈ കൈയടിച്ച് പാടുമ്പോൾ തന്നെ ഇത് സംഭവിക്കട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ ഏറ്റെടുക്കുന്നു. യെസ്. കരങ്ങൾ താഴ്ത്തി കൈയടിച്ചേ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നന്നായിട്ട് കൈയടിച്ചേ. തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. യെസ്. പുതിയ അഭിഷേകം, അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. യേശുവേ, തൂമഞ്ഞു പോലെ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ ആമേൻ. പറന്നിറങ്ങിയിടണമേ.
പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം സംഭവിക്കട്ടെ. ഞങ്ങൾക്ക് ഇന്നു നൽകിടണേ. ആമേൻ, ആമേൻ. തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, പുത്തൻ അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണമേ. കരങ്ങൾ ഉയർത്തി കൈകളടിച്ച് സിഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ ശിഷ്യരിലഗ്നി പകർന്നതുപോലെ ഓ കർത്താവേ സംഭവിക്കട്ടെ. നദിയായൊഴുകണമേ. ആമേൻ. ആത്മസ്നാനം നൽകണമേ. സിഹിയോൻ ശാലയിൽ സിഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ ശിഷ്യരിലഗ്നി പകർന്നതുപോലെ ആമേൻ. ആത്മനദിയായൊഴുകണമേ. ഓ ഹോളി സ്പിരിറ്റ്, ആത്മസ്നാനം നൽകണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ ഭാരത്തിൽ കർത്താവ് ഇടപെടും, നിന്റെ മനസ്സിൽ കർത്താവ് ഇടപെടും, നിന്റെ ചിന്തകളിൽ കർത്താവ് ഇടപെടും, നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കും. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, വലിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് വലിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയിലും ഇത് സംഭവിക്കപ്പെടട്ടെ, ഓരോ വ്യക്തിയിലും ഇത് സംഭവിക്കപ്പെടട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വചനം കൂടുതൽ സമയം വായിക്കാൻ, വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള നമ്മുടെ സ്നേഹം. നോമ്പ് കാലഘട്ടത്തിൽ ഇറച്ചി മീനും ഒഴിവാക്കി മുഴുവൻ സമയം അരിശപ്പെട്ടിരിക്കാനല്ല, മറിച്ച് നമ്മൾ എന്ത് ചെയ്യാനുള്ള സമയമാണ്? നമ്മൾ കൂടുതൽ സമയം ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ, വിശുദ്ധ ഗ്രന്ഥം വായിക്കാനുള്ള സമയമാണ്. ഇങ്ങനെ വായിക്കുന്നതനുസരിച്ച്, വചനം നമ്മൾ കയ്യിൽ പിടിക്കുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവ രീതികൾ മാറും. ഹല്ലേലൂയാ. വിശ്വസിക്കുന്നവർ വലതുകര ഉയർത്തി ഒച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയാ. ഇത് നിങ്ങളൊരു ചലഞ്ചായിട്ട് എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാന്യനാവണമെങ്കിൽ എന്ത് ചെയ്യണം? വിശുദ്ധ ഗ്രന്ഥം കൈകളിൽ എടുക്കണം. വചനം വായിക്കാനും വചനം പഠിക്കാനും നമ്മൾ ആരംഭിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം അടിമുടി മാറ്റിമറിക്കപ്പെടും. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ, ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ഒരു പക്ഷെ നമ്മുടെ ജീവിതം ചിന്തിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ വല്ലതും ആണോ, വിചാരിക്കുന്നത് വല്ലതും ആണോ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമല്ല. വിചാരിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും വന്ന് നമ്മളെ തവിട് പൊടിയാക്കും. ഇതിനിടയിൽ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ഈ തവിട് പൊടിയായ ഈ അവസ്ഥ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? അവർക്കൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ ഈ ഭൂമിയിൽ ആരെല്ലാം ആരോടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്താലും നിങ്ങൾക്ക് ആ ഷെയറിങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ആശ്വാസമൊന്നുമല്ല, മറിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് അവരുടെ കുറ്റപ്പെടുത്തലുകൾ. അവർ പറയാൻ തുടങ്ങും, ഇത് നിന്റെ കയ്യിരിപ്പ് കൊണ്ടാണ്, ഇത് നീ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഇത് നീ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, നീ വലിയൊരു പ്രശ്നത്തിലല്ല, അത് നിന്റെ കുഴപ്പമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നൊരു ചേട്ടൻ കുറേ പൈസ, വലിയൊരു കടബാധ്യതയാണ്, ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ഇത് ശരിയായില്ല, ചേട്ടൻ ഈ തീരുമാനം എടുത്ത് ശരിയായില്ല, ചേട്ടൻ ഇങ്ങനെ അതിൽ പൈസ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹം എൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്, ഞാൻ അച്ഛൻ്റെ അടുക്കേ വന്നത് ഇത് കേൾക്കാനല്ല, ഞാൻ ഇത് കേട്ട് മടുത്തിരിക്കുകയാണ് അച്ഛൻ, ഞാൻ ആകപ്പാടെ ഡെസ്പാണെന്ന്. അച്ഛൻ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുവാണ്, അച്ഛൻ പറഞ്ഞ കാര്യമാണ് എല്ലാവരും പറയുന്നത്, ഇത് കേൾക്കാനല്ല ഞാൻ അച്ഛൻ്റെ അടുക്കേ വന്നത്. മനസ്സിലാവുന്നുണ്ടോ?
നമ്മുടെ ഒരു ദുഃഖം നാട്ടുകാരോടോ കൂട്ടുകാരോടോ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന ആരോട് പറഞ്ഞാലും അവര് പറയാൻ പോകുന്ന കാര്യം എന്താ? എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ കുറ്റപ്പെടുത്താം, അവര് കളിയാക്കാം, അവര് പറയും ഇതൊക്കെ നിന്റെ കയ്യിലിരിപ്പാണ് എന്നിങ്ങനെ പറഞ്ഞ് നമ്മളെ അവർക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ നമുക്കൊരു വലിയൊരു അനുഗ്രഹം കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഈ കേൾക്കുന്ന, വായിക്കുന്ന, ധ്യാനിക്കുന്ന വചനം നമ്മളെ രൂപാന്തരപ്പെടുത്താൻ പറ്റും, നമ്മളെ മാന്യനാക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലരും മാന്യരാകാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്ര നീ കഷ്ടപ്പെടേണ്ടെന്ന്. നാട്ടുകാരുടെ മുമ്പിൽ നീ ആ മാന്യതയ്ക്ക് വേണ്ടി കഷ്ടപ്പെടണ്ട. മറിച്ച് നീ വചനത്തോട് അടിസ്ഥാനപരമായൊരു ബന്ധം പുലർത്തുന്നതനുസരിച്ച് നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് ദൈവം തിരിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം വായിക്കണം, വചനം പഠിക്കണം, വചനത്തോടൊരു ബന്ധം ഉണ്ടാവണമെന്ന് ഇതാ തിരുസഭ പഠിപ്പിക്കുന്നത്. തിരുസഭ പഠിപ്പിക്കുന്നതിന്റെ മർമ്മം അതാണ്. നമ്മുടെ സ്വഭാവ രീതികൾ, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ആലോചനകൾ മാറി മറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പരിചയമുള്ള ഒരു സുവിശേഷ പ്രഘോഷകൻ, ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലവും പിന്നീട് വളർന്നു വന്നൊരു കാലഘട്ടവും അത്ര സുഖമുള്ള ഒരു കാലഘട്ടമല്ല. എന്ന് പറഞ്ഞാൽ അയാളുടെ വീടും അയാളുടെ അവസ്ഥയൊക്കെ വളരെ മോശം, വളരെ മോശം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരിരിക്കുന്ന ഒരു വേദിയിൽ കൊണ്ട് ഇരുത്താൻ പറ്റുന്ന ഒരു ടൈപ്പല്ല ഇയാള്. ഇയാളുടെ ചരിത്രം അങ്ങനെയാണ്. എന്നാൽ ഇപ്പൊ ഇദ്ദേഹം ഉണ്ടല്ലോ, ഈ വിശുദ്ധ ഗ്രന്ഥവും പിടിച്ചുകൊണ്ട് കടന്നു പോകാത്ത വേദികളില്ല, ശുശ്രൂഷകളില്ല, സമൂഹത്തിൽ വലിയ മാന്യനായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇയാളുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നത് എപ്പോൾ മുതലാണെന്നറിയാവോ? വിശുദ്ധ ഗ്രന്ഥം വായിക്കാനും പഠിക്കാനും വചനം പറയാനും തുടങ്ങിയപ്പോൾ മുതൽ ഇയാളുടെ ജീവിതത്തിന്റെ ഗതി മാറി തുടങ്ങി. നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ ഇതൊരു ചലഞ്ചായിട്ട് സ്വീകരിക്കൂ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളൊരു ചലഞ്ചായിട്ട് സ്വീകരിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തോട് എത്രത്തോളം ബന്ധമുണ്ടെന്ന് പരിശോധിച്ച് ഈ വചനത്തോട് നമ്മൾ അങ്ങേയറ്റം അടുത്താൽ അന്തരീക്ഷം മാറാൻ തുടങ്ങും, ജീവിത ഗതി മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒരൊറ്റ വചനം പോരെ നമ്മുടെ ജീവിതത്തിന്റെ ഗതി അടിമുടി മാറാൻ. ഒറ്റ വചനം അറിയുന്നു, ഒറ്റ വചനം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഇവിടെ നമ്മുടെ പോട്ട ആശ്രമത്തിൽ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പാണ് ഇവിടെ ഒരു സ്ത്രീ, ഒരു വൈകുന്നേര സമയത്ത് ആ സ്ത്രീ ഇവിടെ വന്നിരുന്ന് കരച്ചിലോട് കരച്ചില്. അപ്പൊ ഈ സ്ത്രീയോട് ആരെങ്കിലും സംസാരിക്കണമല്ലോ എന്ന് കരുതി ഞാനാണ് ഈ സ്ത്രീയുടെ മുമ്പിൽ ചെന്ന് പെട്ടത്. അപ്പൊ ഈ സ്ത്രീ ഇരുന്ന് കരയാൻ തുടങ്ങി. കുറെ കരഞ്ഞു കഴിഞ്ഞിട്ട് ഈ സ്ത്രീയുടെ പ്രശ്നം പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമൊന്നും കിട്ടില്ലല്ലോ, ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നേ, എന്താ പ്രശ്നം? അപ്പൊ ഈ സ്ത്രീ ഇരുന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലും ആകപ്പാടെ ഒരു അസ്വസ്ഥത. കാരണം അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല, വലിയൊരു പ്രമാദമായ ഒരു കേസിൽ പെട്ട് കഴിയുന്ന ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരു കാര്യം, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എൻ്റെ വീട്ടുകാർക്ക് അറിഞ്ഞുകൂടാ, അച്ഛാ, എൻ്റെ ബന്ധുക്കൾക്ക് അറിഞ്ഞുകൂടാ. ഇന്നല്ലെങ്കിൽ നാളെ പുറംലോകം ഇതറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല, ആത്മഹത്യ. ഞാൻ ഇങ്ങനെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്, എന്ത് ചെയ്യും? പെട്ടിരിക്കുന്ന അവസ്ഥയാണ്, എന്ത് ചെയ്യും? അപ്പൊ ഈ സ്ത്രീയോട് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഞാൻ ആലോചിച്ചിട്ടൊന്നും എൻ്റെ തലയിൽ ഒരു ഉത്തരം വരുന്നില്ല. ഞാൻ വിശുദ്ധ ഗ്രന്ഥം എടുത്തു, കർത്താവേ, ഈ സഹോദരിക്കുള്ള വചനം കൊടുക്കണമേ. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 വേഴ്സ് 1. ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്ന ഒരു വചനമാണെന്ന് വിശ്വസിക്കുക. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1-ാം തിരുവചനം വായിക്കാവോ? യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഹല്ലേലൂയ. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ഇത് സഹോദരിക്കുള്ള വചനമാണ്.
യെശയ്യായുടെ പ്രവചനം 43 അധ്യായം 1 ഇത് സഹോദരിക്കുള്ള വചനമാണ്. അപ്പൊ ആ സഹോദരി എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാണ് ഈ വചനം പിടിച്ച്. ഞാൻ പറഞ്ഞു, യാക്കോബേ. ആരാണ് ഈ യാക്കോബ്? സഹോദരിയാണ് യാക്കോബ്. ഇസ്രായേലെ വിശ്വസിക്കൂ, ഈ യാക്കോബിന്റെ സ്ഥാനത്ത് സ്വന്തം പേര് വെച്ചൊന്ന് വായിക്കൂ. ഇവിടെ ഇരിക്കുന്നവർ, നിങ്ങൾ ഈ ശുശ്രൂഷ സമയത്ത് ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ, നിങ്ങൾ നിങ്ങളുടെ പേര് ആ യാക്കോബിന്റെ സ്ഥാനത്ത് വെച്ച്, ഇസ്രായേലിന്റെ സ്ഥാനത്ത് വെച്ചൊന്ന് വായിച്ചേ. നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞൊരു 3 തവണ വെറുതെ ഒന്ന് വായിച്ചേ. യാക്കോബ് എന്ന സ്ഥലത്ത് സ്വന്തം പേര്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം പേര് പറയണം കേട്ടോ. എൻ്റെ പേര് ദേ ഞാൻ പറയുന്നു, ഫ്രാൻസിസേ. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഫ്രാൻസിസെ നിന്നെ സൃഷ്ടിക്കുകയും. ഇസ്രായേലിന്റെ സ്ഥാനത്ത് സ്വന്തം പേര് പറയണം. പറഞ്ഞേ, ഫ്രാൻസിസെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഞാൻ മുമ്പിൽ കാണുന്ന കാഴ്ച എന്നറിയാവോ? ഈ സഹോദരി ഇത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീര് വരുന്നു. അത്രയും നേരം കഥകൾ പറഞ്ഞ് സംഭവങ്ങൾ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീ വീണ്ടും കരയാൻ തുടങ്ങുന്നു. ഞാൻ മുമ്പിലിരിക്കുന്ന ഈ സഹോദരി ചോദിച്ചു, എന്തേ വീണ്ടും കരയുന്നു? അച്ഛാ, ഇതെനിക്ക് വേണ്ടി ദൈവം എഴുതിയ വചനമാണ്. നിന്നെ രൂപപ്പെടുത്തുകയും നിന്നെ സൃഷ്ടിക്കുകയും ചെയ്ത ദൈവം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആരു തന്നെയാണെങ്കിലും, നിങ്ങളുടെ നെഞ്ചിൻ്റെ അകത്ത് പിടച്ചു കഴിയുന്ന അവസ്ഥകൾ എന്തു തന്നെയാണെങ്കിലും, പുറം ലോകത്തൊരു മനുഷ്യന് പോലും അറിയാതെ നിങ്ങൾ അങ്ങേയറ്റം വിങ്ങിപ്പൊട്ടുന്ന മനസ്സായിരിക്കും. എന്നാൽ വിശ്വസിക്കുക, നിന്നെ സൃഷ്ടിച്ച ദൈവം പറയുന്നു, നിന്നെ ദൈവത്തിനറിയാം, ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല, ദൈവത്തിന് നിന്നെ അത്രമേൽ ഇഷ്ടമാണ്, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറഞ്ഞ ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മുമ്പിൽ ഇരുന്ന സഹോദരി 3-4 തവണ ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ പ്രശ്നത്തിന് ഉത്തരം എനിക്ക് കിട്ടി. ഞാൻ ചോദിച്ചു, എങ്ങനെ? എൻ്റെ ദൈവം എൻ്റെ പ്രശ്നത്തിന് ഉത്തരം തരും. കാരണം ദൈവത്തിന് എന്നെ അറിയാം. ഈ വചനം എനിക്കുള്ളതാണ് അച്ഛാ, ഈ വചനം എനിക്കുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി ഒറ്റ വചനത്തോടുകൂടെ ജീവിതം അടിമുടി മാറ്റിമറിക്കപ്പെട്ടു. വലിയ പ്രതിസന്ധിയിൽ കഴിയുന്നിരുന്നൊരു സഹോദരി, എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്ന സഹോദരി വചനം വായിച്ചതോടുകൂടി ജീവിതത്തിന്റെ ഗതി മാറാൻ തുടങ്ങി. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. നിന്നെ കർത്താവ് ഒരു മാന്യയാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ചേ, നാട്ടുകാരുടെ മുമ്പിൽ കളിയാക്കലുകളും അപവാദങ്ങളും ഏൽക്കപ്പെടേണ്ട ഒരവസ്ഥ. എന്നാൽ ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരുന്നത് എപ്പോഴാ? വചനത്തോട് നീ ഒരു ബന്ധം, സ്നേഹം കാണിക്കുമ്പോഴാണ്. ഒരുപക്ഷെ ഇത് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികളിൽ ചിലർ ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഇയാളെ വിവാഹം കഴിച്ചു, ഇനി എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ തീരും, എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് സന്തോഷിക്കാനൊന്നുമില്ല, ഈ അവസ്ഥയിൽ ഞാൻ നശിച്ചൊരവസ്ഥയാണെന്നൊക്കെ ചിന്തിക്കുന്ന അനേക ദമ്പതികളുണ്ട്. ദമ്പതികളെ, ഇതാ വചനം പറയാണ്, നിന്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം അതെന്താണെന്ന് വചനം നിന്നെ പഠിപ്പിക്കുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഗതി കർത്താവ് മാറ്റും. നീ വിശ്വസിക്കുക, നീ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ സമർപ്പിക്കുക. ഒരുപക്ഷെ ചില ജോലി ഭാരം അനുഭവിക്കുന്നവരുണ്ട്. ഈ ജോലിയാണ് എനിക്ക് വിധിക്കപ്പെട്ടത്, ഞാൻ ഈ ജോലിയിൽ ഇങ്ങനെ തീരും, എനിക്കൊരു സന്തോഷമില്ല. നിന്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം അതിൽ നീ കണ്ടെത്തരുത്. മറിച്ച് ദൈവം തരുന്നതാണ് നിന്റെ അടിസ്ഥാന സന്തോഷം. ഒരുപക്ഷെ വേറെ ചിലരിതേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹബന്ധങ്ങളിൽ ചില വിള്ളലുകളുണ്ടായി. അത്രമേൽ സ്നേഹിച്ച് ആരെങ്കിലും ഇട്ടിട്ട് പോയി, കൂടെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്കിപ്പോൾ ആരുമില്ല എന്നൊരു ചിന്ത.
ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല എന്നൊരു ചിന്ത. ഇങ്ങനെ പല ചിന്തകൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടാവും. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ മാന്യനാക്കുന്നത്, നിന്നെ വളർത്തുന്നത് നീ എത്രത്തോളം ദൈവത്തോട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് ഒരല്പസമയം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്നത്തെ അവസ്ഥകളെ സമർപ്പിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് ഈ അവസ്ഥകളെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കാൻ ആഗ്രഹിക്കുന്നു. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വഭാവ രീതികളിൽ വിശുദ്ധീകരണം, എൻ്റെ ചിന്തകളിലൊരു വിശുദ്ധീകരണം കർത്താവെ സംഭവിക്കപ്പെടട്ടെ. എൻ്റെ ജീവിതത്തിൽ അടിമുടി കർത്താവിന് വിശുദ്ധീകരണം സംഭവിക്കപ്പെടണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും 2 കരങ്ങൾ ഇങ്ങനെ ശിരസിൽ കമഴ്ത്തി വെച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ എഴിയപ്പെടട്ടെ, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിപ്പോൾ തന്നെ സംഭവിക്കട്ടെ. എല്ലാവരും ആഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ആരാധന 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 ആരാധന. കൈയടിച്ചേ, വിശ്വസിച്ച് കൈയടിച്ചേ. ഓ കർത്താവെ, സംഭവിക്കട്ടെ. ഈ ആരാധന സമയത്ത് സംഭവിക്കട്ടെ. യെസ്, എല്ലാവരും നന്നായിട്ട് കൈയടിച്ചേ. ശുദ്ധീകരിക്കണമേ എന്നെ, ശുദ്ധീകരിക്കണമേ. ആത്മാവാ ആമേൻ. നീറക്കി ശുദ്ധീകരിക്കണമേ. ചേർന്ന് പാടി. യേശുവേ, ആത്മാവാൽ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക. നിന്റെ ജീവിതത്തിൽ ഏത് മേഖലകളിലാണ് ആവശ്യമുള്ളത് ആ മേഖലകളെ കർത്താവ് വെളിപ്പെടുത്തി നൽകും. ആമേൻ. ആത്മാവാം അഗ്നിറക്കി ശുദ്ധീകരിക്കണമേ. ചേർന്ന് പാടി. ആത്മാവാൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ഈശോയേ, ഓ കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ കർത്താവേ അഭിഷേകം വെളിപ്പെടട്ടെ. കർത്താവേ, അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുത്തൻ അഭിഷേകം നിറയപ്പെടട്ടെ. ഈശോയെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങൾ മാറ്റട്ടെ, കെട്ടുകൾ അഴിക്കട്ടെ, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. Praise the Lord. Hallelujah. 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 Hallelujah.